Now I invite Jaden's father Anu to speak a few words. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജേഡിനെ പോലെ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ദാനമായി തന്ന ദൈവത്തിന് സ്തോത്രം. 4 വർഷവും 8 മാസവും ഈ കുഞ്ഞിനെ നോക്കുവാൻ ലഭിച്ചത് ഞങ്ങൾക്ക് ഒരു മഹാഭാഗ്യമായിരുന്നു. എനിക്കും നിത്യയ്ക്കും ഞങ്ങളുടെ ഫസ്റ്റ് ബോൺ, ഞങ്ങളുടെ ആദ്യജാതനായിരുന്നു ജേഡൻ. കഫീൽ അപ്പ അമ്മ, അവൻ്റെ അപ്പച്ച അമ്മച്ചിക്ക് ആദ്യത്തെ കൊച്ചുമകനായിരുന്നു ജേഡൻ. ആലപ്പുഴ അപ്പ അമ്മ, അവൻ്റെ അപ്പച്ച ബപ്പച്ചിക്ക് അവിടെയും ആദ്യത്തെ കൊച്ചുമകനായിരുന്നു ജേഡൻ. റോയിച്ചൻ, ഡോളി ആൻറ്റി, രാജൻ, ഷൈനി ആൻറ്റി, അനിൽ ബാബ, ഷിരി മമ്മി, അവൻ്റെ കൊച്ചപ്പച്ച അനിൽ ബാബൻ, റച്ചു മമ്മിക്കൊക്കെ അവൻ ആദ്യത്തെ കൊച്ചുമകനായിരുന്നു. എന്നെ അവന് അപ്പ എന്നായിരുന്നു വിളിക്കുന്നത്, അവൻ റോച്ചനെ പപ്പായി എന്നായിരുന്നു വിളിക്കുന്നത്. ജേഡൻ ഒരു കാര്യത്തിലും ഏറ്റവും സ്വഭാവ ശ്രേഷ്ഠതയുള്ള ഒരു വ്യക്തിയായിരുന്നു എൻ്റെ കുഞ്ഞ് ജേഡൻ. എന്നാൽ അത് ജലസ് ആകുന്നത് ഞാൻ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. അവന് റോയിച്ചാൻ ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങളെ അധികമായിട്ട് സ്നേഹിക്കുന്നു എന്ന് ഫീൽ വരുന്നു അവന് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. അവനപ്പോൾ റോയിച്ചാൻ്റെ പപ്പയുടെ വഴക്കും ബഹളവും, അവന് പപ്പ ആരെയായിരിക്കും സ്നേഹിക്കുന്നത് അവന് വലിയ വിഷമമായിരുന്നു. ചില സമയങ്ങളിൽ ഞാൻ അവനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഡോണിയാലും റോബിനും ബേസിലും ഒക്കെ അവനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ഓർത്ത് പോയിട്ടുണ്ട്. അൻസു, നിധി, ജോബിൻ, ജേഡൻ ഒക്കെ അവർക്കൊക്കെ കുഞ്ഞുങ്ങൾ ആകുന്നതിന് മുമ്പേ ജേഡനെ എത്രയോ കൊഞ്ചിച്ച് വളർത്തിയതാണ് അവനെ. അവരുടെ ആദ്യത്തെ കുഞ്ഞായിരുന്നു ജേഡൻ എന്ന് തന്നെ പറയാം. കഴിഞ്ഞ മെയ് മാസത്തിൽ റെസ്പോൺസിബിൾ ബ്രദറായിട്ട് നാട്ടിൽ പോയിട്ട് ആദമിൻ്റെ ബാപ്റ്റിസവും ക്രിസ്ത്യൻ്റെ ബാപ്റ്റിസവും, അൻസുലും ആദമിൻ്റെ ബാപ്റ്റിസവും ക്രിസ്ത്യൻ്റെ ബാപ്റ്റിസവും നടത്തി കൊടുക്കുവാൻ അവന് സാധിച്ചു. അവൻ്റെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ പ്രിയങ്കരനായിരുന്നു അവന്. റോമന്, റൂബൻ, നിവിൻ, ഹേസൽ, റിക്കി, റിയ, ആഷി, ഷാബി, ആരോൺ, ജുവൽ, ജെറോൺ, ജീവൻ, എല്ലാവരുടെയും പ്രിയം, എല്ലാവരോടും അവരവരുടേതായ രീതിയിൽ ഓരോരുത്തരോടും വ്യക്തിപരമായ ബന്ധം അവന് സ്ഥാപിച്ചിരുന്നു. പള്ളിയിലോട്ട് വരുവാണെങ്കിൽ അവൻ അപ്പാപ്പ എന്ന് വിളിക്കുന്ന CK ജോൺസണുകൾ, അവരുടെ സൺഡേ സ്കൂൾ ടീച്ചർ LC ജോൺസണുകൾ, കോച്ചിയങ്ങൾ, അവരുടെ ഫ്രണ്ട്സ് അക്ഷർ, സാമുവൽ, ജോ ബേബി, ബിനോയ്, ഷിമോൾ, ബൂബി ചേച്ചി, അങ്ങനെ അനേകരെ സ്നേഹിക്കപ്പെട്ടും അനേകരെ സ്നേഹിച്ചും വളർന്നൊരു കുഞ്ഞായിരുന്നു ജേഡൻ. എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രത്യേകതരം സ്വഭാവം ജേഡൻ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മളൊക്കെ അവനെ സ്നേഹിച്ചതിലും അധികമായിട്ട് അവൻ്റെ യേശുവച്ച അവനെ സ്നേഹിക്കുന്നുവെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ജേഡനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ വളരെ കരുണയുള്ളൊരു കുഞ്ഞായിരുന്നു അവന്. അവൻ്റെ ഒരു ടോയ് ആണെങ്കിലും അവന് ഇഷ്ടമുള്ള ഭക്ഷണമായിട്ട് ലാസ്റ്റ് ബൈറ്റ് ആണെങ്കിൽ പോലും ആര് ചോദിച്ചാൽ ഒരു മടി കൂടാതെ അവർക്ക് ഷെയർ ചെയ്യുവാൻ അവൻ എപ്പോഴും ഷെയർ ചെയ്യുമായിരുന്നു. വളരെ ബോൾഡായിട്ട് ഒരു വ്യക്തിയായിരുന്നു ജേഡൻ. അവൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫേസിൽ വളരെ ബോൾഡായിട്ട് 2022 ഡിസംബറിലാണ് ആദ്യമായിട്ട് ലുക്കീമിയ ഡയഗ്നോസ് ആകുന്നത്. 8 മാസത്തെ ഇൻറ്റൻസ് കീമോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് ഫേസിൽ വളരെ ബോൾഡായിട്ട് ആ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകാനാണ് സാധിക്കും. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റൻസ് കീമോതെറാപ്പി ട്രീറ്റ്മെൻറ്റ്, മൾട്ടിപ്പിൾ PHC അഡ്മിഷൻസ്, PHC ഇതായിരിക്കുമ്പോൾ നിത്യ രാത്രി വരെ അവൻ്റെ കൂടെ ഉറക്കാൻ ഞങ്ങൾ റിലേറ്റീവ്സ് ലൗഞ്ചിലാണ് കിടക്കുന്നത്. ഒരു രാത്രി പോലും ജേഡൻ ഞങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അവൻ ഉണരുകയാണെങ്കിൽ ശാന്തനായിട്ട് അവൻ ഉണർന്ന് കിടന്ന് രാവിലെ ഞങ്ങൾ ചെല്ലുന്നവരെ അവൻ വെയിറ്റ് ചെയ്യും. ഇന്നലെ അവൻ മരിക്കുന്ന സമയം വരെ ഒരു ബുദ്ധിമുട്ടും അവൻ ഞങ്ങൾക്ക് തന്നിട്ടില്ല. റീസെൻ്റായി ഉണ്ടായ സെപ്റ്റിക് ഷോക്കിൽ ഓരോരോ ഓർഗൻസ് വെച്ച് അവൻ്റെ ഫെയിൽ ആകുമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നു. ആദ്യം ഹാർട്ട് ഫെയിൽ ആകുമെന്ന് പറഞ്ഞു, കിഡ്നി ഫെയിൽ ആകുമെന്ന് പറഞ്ഞു, ലിവർ ഫെയിൽ ആകുമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ്റെ ഹാർട്ട് ഫംഗ്ഷന്, കിഡ്നി ഫംഗ്ഷൻ, ലിവർ ഫംഗ്ഷൻ എല്ലാം വളരെ നോർമലായി വരുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഓരോ ദിവസവും ഡോക്ടർമാർ പറഞ്ഞ് ഞങ്ങൾ പറയും, "We are living a miracle. Your
child is a real fighter. He's a real fighter. Last brain damage നിന്ന് അവന് റിക്കവർ ആയി വരാൻ സാധിച്ചില്ല. അവന് ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് നൽകുവാൻ കുടുംബമായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അവന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുവാൻ 4 വർഷം കൊണ്ട് സാധിച്ചു കൊടുക്കുവാൻ ഞങ്ങളുടെ പേരൻസ് ഗ്രാൻഡ് പേരൻസ് എല്ലാവർക്കും സാധിച്ചിട്ടുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അവന്റെ 2 ആഗ്രഹങ്ങൾ മാത്രം സാധിച്ചില്ല എന്നുള്ളത് മാത്രമാണ് എൻ്റെ മനസ്സിലൊരു പ്രയാസമായിട്ട് കിടക്കുന്നത്. ഒന്ന്, അവന് സ്കൂളിൽ പോകണം, പഠിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. സ്കൂളിൽ ഞാൻ അഡ്മിഷൻ എടുത്തായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ടീച്ചേഴ്സിനെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോകുമായിരുന്നു. കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്ന അവന് വലിയ പ്രയാസമായിരുന്നു. ജീവിതത്തെ ക്ഷണിച്ചിരിക്കുന്നത് ഇപ്പോൾ എന്നോട് പറയും, ജെഡിന് സ്കൂളിൽ പോകണം, ജെഡിന് ഫ്രണ്ട്സ് ഒന്നുമില്ല, ജെഡിന് സ്കൂളിൽ പോകണം പഠിക്കാനൊക്കെ വലിയ താല്പര്യമായിരുന്നു. രണ്ടാമത് 2 മാസം പ്രഗ്നൻ്റാണ്. കുഞ്ഞിനെ കാണുന്നത് വളരെയധികം ആഗ്രഹം അവർ ഉണ്ടായിരുന്നു. ജെയ്ഡൻ പോയി. ജെയ്ഡൻ ഒരു നല്ല പാട്ടുകാരനായിരുന്നു. സൺഡേ സ്കൂളിൽ വരുവാനും ബൈബിൾ വേഴ്സ് ഒക്കെ പഠിക്കുവാനും അവന് വലിയ താല്പര്യമായിരുന്നു. ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ മാതാപിതാക്കളുടെ കൂടെ ഒരു നല്ല പാട്ടുകാരനായിട്ട് ഈ കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. മാതാപിതാക്കളുടെ കൂട്ടത്തിൽ ഇവൻ വളരും. നമ്മളൊക്കെ അവിടെ ചെല്ലുമ്പോൾ നമ്മളെയൊക്കെ സ്വീകരിക്കുവാൻ ജെയ്ഡൻ അവിടെ ഉണ്ടാവും. ജെയ്ഡൻ ഒരു വലിയ ചലഞ്ച് നമുക്ക് തന്നിട്ടാണ് പോകുന്നത്. ജെയ്ഡൻ സുഖത്തിലുണ്ടെന്നുള്ള സംശയമില്ല. എന്നാൽ വിശ്വാസത്തോടെ നല്ല പ്രവൃത്തികൾ ചെയ്ത് ജീവിച്ച് ജെയ്ഡന്റെ അടുത്തെത്തുവാൻ, അതിനുതകുന്ന രീതിയിൽ ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കണമെന്നുള്ള വലിയ ചലഞ്ച് തന്നിട്ടാണ് ജെയ്ഡൻ യാത്രയാകുന്നത്. ആ ചലഞ്ച് ഏറ്റെടുത്ത് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അനേകർ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അറൗണ്ട് ദ ഗ്ലോബ് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരുപാട് പേർ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവഗീതം മറിച്ചായിരുന്നു. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ദാനാർത്ഥമായുള്ള എല്ലാവരോടുമുള്ള സ്നേഹം ഈ സമയത്ത് ഞാൻ വെച്ച് വന്നപ്പോൾ തൊട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പ്രത്യേകിച്ച് റിലാക്സ് വന്നപ്പോൾ തൊട്ട് അച്ഛൻ ഞങ്ങളോടൊപ്പം പല പ്രാവശ്യം സന്ദർശിക്കുകയും ആശ്വാസ വാക്കുകൾ പറയുകയും ഞങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്തു. ഇതേസമയം ഞാൻ മുൻകാരി ജിജി തോമസ് അച്ഛനെ ഓർക്കുന്നു. ഡയോണസ് ആയ ദിവസം മുതൽ ഇന്ന് വരെ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കുടുംബത്തിന് വലിയ സപ്പോർട്ടായിട്ട് അച്ഛൻ ഉണ്ടായിരുന്നു. ജൂപ്പിറ്റർ ഹോസ്പിറ്റലിലെ സ്റ്റാഫ്. Jupiter Hospital was like a second home for us for the last 1.5 years. Thank you to the Jupiter team for whatever you have done for Jay. And the cousin, Dr. Juby Joe, he was my go-to person, my support system throughout this treatment phase. It's such a comfort to have someone like that on your side when you go through such big treatment phase. Thank you, Juby, and may God bless you. Johnson Lucas and the guy would have parallel ശരിയല്ല. ഇന്നലെ ജെയ്ഡൻ വളരെ ക്രിട്ടിക്കലായി എന്ന് അറിഞ്ഞപ്പോൾ മുതൽ പള്ളിയിൽ ആശുപത്രിയിൽ വന്ന് മുന്നോട്ടുള്ള ക്രമീകരണങ്ങൾ ജോൺസൺ സാർ ഏറ്റെടുക്കുകയായിരുന്നു. അവരെ ഇവിടെ കൊണ്ടുപോകാൻ, നാട്ടിൽ കൊണ്ടുപോകാൻ, ഞങ്ങൾക്ക് പോകാൻ എല്ലാ കാര്യത്തിലും ജോൺസൺ സാറാണ്. ഒരു മകനെ പോലെ എന്നെ ചേർത്ത് പിടിച്ച് ജോൺസൺ സാർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. I sincerely thank my Challenge Group partners. They have been a big support to me. ജെയ്ഡന്റെ ബ്ലഡിന്റെ ആവശ്യമൊക്കെ വന്നപ്പോൾ ഒരു ദിവസം 50 പേരെ റേസ് ചെയ്യാൻ ഓൾ സപ്പോർട്ടുണ്ട്. സത്യ സാർ, തിരുവായി എല്ലാവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കും. പ്രത്യേകിച്ച് ഈ സമയത്ത് അൻസുവിനെ ഓർക്കുന്നു. അൻസു വീട്ടിൽ ഞാൻ വലിയ സപ്പോർട്ടായിരുന്നു. ഞാൻ കുടുംബത്തിന് വലിയ സപ്പോർട്ടായിട്ട് അൻസു വിനിശ്ചയിച്ചേക്കുള്ളത് ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. ഞങ്ങളുടെ നാട്ടിലോട്ടുള്ള യാത്രയും തുടർന്നുള്ള ശുശ്രൂഷയും മുന്നോട്ടുള്ള ജീവിതവും ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കുക. നിത്യവും 2 വാക്കുകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ഞങ്ങൾക്കിത് സംഭവിച്ചു ഈ നിമിഷം വരെ ഒരിക്കൽ പോലും ദൈവത്തിനോട് ഞങ്ങൾ ചോദിച്ചിട്ട്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, അവരുടെ ദേഹത്ത് ഒരുപാട് പാടുകളുണ്ട്, കുറേ അധികം എത്തുന്നത്. അവരുടെ ഭാഗത്ത് കൂടെ വെന്റിലേറ്ററിന്, ഡയാലിസിസിന്, പല ഏരിയയിലും തെറ്റിയിട്ടൊക്കെ ബ്ലഡൊക്കെ ആയിട്ട് കുഞ്ഞിങ്ങനെ കിടക്കുന്നു. ഞാൻ ആലോചിച്ചു, പുരുഷന്മാർക്ക് കർത്താവിനെ ഒരു മിനിറ്റ് എനിക്ക് ഓർമ്മ വന്നു.
എൻ്റെ മനസ്സിൽ കൂടെ പോയത്. എൻ്റെ കർത്താവ് കുരിശെടുത്ത് ഗാഗുൽത്ത മല കയറുവാണ്. പുറകിൽ ഒരു കൊച്ചു കുരിശുമായിട്ട് വെള്ള വസ്ത്രം ധരിച്ച് എൻ്റെ ജയിലും അവൻ്റെ യേശുപ്പിച്ചേട്ട് പോയി. അന്ന് ഞാനൊരു വലിയ കാര്യം മനസ്സിലാക്കി. വന്നത് ഒരു പാപവും ശാപവുമാണ്. 4.5 വയസ്സുള്ള കുഞ്ഞിനെ കർത്താവിന്റെ ക്രൂശ് ചുമക്കുവാൻ ദൈവം അവനെ ഒരുക്കിയതാണ്. ദുഃഖത്തേക്കാൾ കൂടുതൽ അവന്റെ പേരൻസിന്റെ നിലയിൽ ഞങ്ങൾ അഭിമാനത്തോടെയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഒരു മിറക്കിൾ ചൈൽഡ് തന്നെയായിരുന്നു. ഒരിക്കൽ പോലും ആരും സങ്കടപ്പെടുത്തിയിട്ടോ വിഷമപ്പെടുത്തിയിട്ടോ ഒന്നുമില്ല. അവൻ തീർച്ചയായിട്ടും സ്വർഗത്തിലും ഞങ്ങളൊരു മിറക്കിൾ സംഭവിക്കണമെന്ന് ഒരുപാട് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷെ അന്നും ഞാനും അച്ഛനും ICU വെച്ച് പ്രാർത്ഥിച്ചത് ഇതിന് കഴിയുമെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ചു തരണം. അല്ല, ഇതാണ് അവിടെ തിരിയുമെങ്കിൽ സന്തോഷത്തോടെ ഞങ്ങൾ ആ വിധത്തിന് വേണ്ടി വഴിവിട്ടു. അവരുടെ മെമ്മറീസാണ് ഇനി മുന്നോട്ടുള്ളത്. ആ ദൈവികമായ സമാധാനമില്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാവരും ഞങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥനയോ ഒരുപാട് ജോലിസ്ഥാന കൂടി പാടി ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഞങ്ങളോടൊപ്പം ചേർന്ന് പാടും. കാണും വരെ ഇനി നാം തമ്മിൽ